ഇതെങ്ങോട്ടാണ് ഈ ഒരു യുദ്ധം പോകുന്നത്? ഈ അമേരിക്കയും ഇറാനും ഇസ്രയേലുകാരും കൂടി തുടങ്ങി വെച്ച ഈ യുദ്ധം ഉണ്ടല്ലോ, ഇതിൻ്റെ എൻഡ് ഗെയിം എന്താണ്? അവസാനം ഉണ്ടല്ലോ ഒരു യുദ്ധത്തിന്, അതെങ്ങനെയാണ്? കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇതൊരു സർക്കിൾ പോലെ ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എൻഡ്ലെസ് ഒരു സംഭവമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ കേട്ടോ, വൻ കോമഡിയാണ്. ആദ്യം എന്ത് സംഭവിച്ചു? ഇസ്രയേലുകാരും അമേരിക്കക്കാരും കൂടി ചേർന്നിട്ട് ഇറാനെ പോയി ആക്രമിച്ചു. എന്തിനാണ് ആക്രമിച്ചതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ഓരോ തവണ ചോദിക്കുമ്പോൾ ഓരോ ഉത്തരമാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഇല്ലാതാക്കാനാണ്, പിന്നെ ചോദിക്കുമ്പോൾ പറയുന്നു റെജീം ചേഞ്ചിനാണ്, പിന്നെ ചോദിക്കുമ്പോൾ പറഞ്ഞു ട്രംപിനൊരു ഫീലിംഗ് തോന്നി ഇറാൻകാർ ഇപ്പം ഇങ്ങോട്ട് ആക്രമിക്കും, അതുകൊണ്ട് ആക്രമിച്ചാണ് പറഞ്ഞു. അവസാനത്തെ സംഭവം പറയാണ് ഇതൊരു റിലീജിയസ് സംഭവമാണ്, ഇറ്റ്സ് ഓൾ ഗോഡ്സ് പ്ലാൻ, ബിബ്ലിക്കൽ എൻഡ് ടൈംസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ പട്ടാളക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക തന്നെ. അപ്പം അതൊക്കെ പോട്ടെ, സംഭവം യുദ്ധം തുടങ്ങി വെച്ചു. യുദ്ധം തുടങ്ങിയ ഇറാൻകാർ എന്ത് ചെയ്യും? അവരുടെ ഒരു മെയിൻ സംഭവം എന്താ അവരുടെ കയ്യിലുള്ളത്? ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കപ്പലൊക്കെ പോകുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്, അത് അവർ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇത് ഇവർക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ബ്ലോക്കായ എന്ത് സംഭവിക്കും? ഈ ഓയിൽ, ഗൾഫിൽ നിന്ന് ഓയിൽ പുറത്ത് വരുന്നതെല്ലാം നിൽക്കും. ഗൾഫിൽ നിന്ന് മെയിനായിട്ട് ഓയിൽ പുറത്തേക്ക് പോകുന്നത് ഏഷ്യൻ കൺട്രീസാണ്, ചൈന, ഇന്ത്യ, ജപ്പാൻ, സൗത്ത് കൊറിയ പോലത്തെ രാജ്യങ്ങൾക്കാണ്. അപ്പോൾ ഈ ഓയിൽ ടാങ്കേഴ്സ് അവിടെ ബ്ലോക്കായി കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓയിലിൻ്റെ വില കൂടും. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് $94 ബ്രെൻറ്റിന്. അപ്പോൾ എന്തായി? ഹൈ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഓയിലിൻ്റെ പ്രൈസ്. ഈ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പെട്രോൾ അടിക്കാൻ മാത്രമല്ല, ഒരു ലോഡ് ഇൻഡസ്ട്രീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? യൂഷ്വലി പ്രഷർ വരും. പ്രഷർ വന്ന് എന്ത് ചെയ്തും ട്രംപ് എന്ത് ചെയ്ത് വേറെ ഇപ്പോൾ എവിടെ നിന്നാണ് ഓയിൽ എടുക്കാൻ പറ്റുക? റഷ്യയിൽ നിന്ന്. അപ്പോൾ റഷ്യൻ്റെ മേലെ എന്തുണ്ട്? സാങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ട്രംപ് പറഞ്ഞു ഈ സാങ്ഷൻസ് ഇപ്പോൾ നോക്കണ്ട, നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ റഷ്യയിൽ നിന്ന് ഓയിലൊക്കെ മേടിച്ചോ, കുഴപ്പമില്ല, ഇന്ത്യക്കാർക്ക് 30 ദിവസം സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇന്ത്യക്കാർ പോയി വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഉക്രൈൻ വാർ തുടങ്ങിയപ്പോൾ കിട്ടിയ സാങ്ഷനാണ് റഷ്യയുടെ. അപ്പോൾ റഷ്യക്കാർക്ക് എന്തായി? ഇനി ഒളിച്ചും പാത്തും ഓയിലൊന്നും വിൽക്കണ്ട, നേരെ വിൽക്കാം മാർക്കറ്റിൽ. അപ്പോൾ അവർ കുറേ പൈസ കിട്ടും. റഷ്യക്കാർക്ക് പൈസ കിട്ടി എന്ത് സംഭവിക്കും? ഇറാൻകാരനെ ആരാണ് ഇൻഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത്? റഷ്യക്കാർ. പുറത്തിറങ്ങിയ റഷ്യക്കാർ ഇറാനോ, ഏത് ഇറാൻ എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പല കളികൾ നടത്തുന്നുണ്ട്. മിലിറ്ററി ഇൻ്റലിജൻസും അതേപോലെ ഈ ഡ്രോൺ ടെക്നോളജി, ഈ ഷഹീദ് ഡ്രോണിൻ്റെ മെയിൻ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇറാനും റഷ്യയും കൂടെ. അപ്പോൾ റഷ്യക്ക് പൈസ കിട്ടിയാൽ ഇറാൻ അത് ഹെൽപ്പാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അമേരിക്കക്കാർ ഈസ് ഹെൽപ്പിംഗ് റഷ്യ ടു ഗെറ്റ് മണി ടു സപ്പോർട്ട് ഇറാൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു സർക്കിൾ പോലെ പോവുകയാണ്. ഇതിനൊരു അവസാനം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇത് നിങ്ങൾ എന്തെങ്കിലും നോക്കിയിട്ട് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.